ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ 2 തരം ജ്യൂസ് തയ്യാറാക്കാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് കരിക്കിൻ്റെ ജ്യൂസ് തയ്യാറാക്കാം. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം കേട്ടോ. ആദ്യം കരിക്കും വെള്ളം എടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കരിക്കും വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതിൻ്റെ കാമ്പ് കൊത്തിയിടാം. മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. തണുപ്പിച്ച പാലും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ചൂട് സമയത്ത് നല്ല റീഫ്രഷിങ് ആയിട്ടുള്ള ഡ്രിങ്കാണ് കേട്ടോ. കുടിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ട്. തണുപ്പിച്ച പാലും കൂടി ചേർത്ത് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഞാനിത് ഒരുപാട് അടിച്ചെടുക്കണില്ല. കുടിക്കുമ്പോൾ ഓരോ കുഞ്ഞു കഷ്ണങ്ങൾ കടിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. കരിക്കിൻ്റെ ചെറിയ കഷ്ണങ്ങൾ കടിക്കാൻ കിട്ടുന്ന നല്ല രസമാണ്. കരിക്കും പാലും വെച്ചിട്ടുള്ള ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കരിക്കിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇത് കുടിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. കാണുമ്പോൾ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ജ്യൂസ് തയ്യാറാക്കാം. തണ്ണിമത്തൻ വെച്ചിട്ടുള്ളൊരു ജ്യൂസ് കേട്ടോ. ചെറിയ ചെറിയ പീസായിട്ട് തണ്ണിമത്തൻ മുറിച്ചെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഡ്രിങ്കിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാനാണ് കേട്ടോ. ബാക്കിയുള്ളത് ഇതേപോലെ കോരി മാറ്റാം. നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ല പോലെ അടിച്ചെടുക്കാം. ഞാനിത് അടിച്ചെടുക്കുമ്പോൾ പഞ്ചസാര ചേർക്കണില്ല കേട്ടോ. ഐസും കൂടി ചേർത്ത് അടിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് കുതിർത്ത കസ്കസ് ഇട്ട് കൊടുക്കാം. പഞ്ചസാരയ്ക്ക് പകരം കുറച്ച് തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർക്കണവർക്ക് ചേർക്കാം കേട്ടോ. പഞ്ചസാര തന്നെ ശരീരത്തിന് നല്ലതല്ലല്ലോ, അതുകൊണ്ടാണ് തേൻ ഒഴിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് അല്പം നാരങ്ങനീര് ചേർത്ത് കൊടുക്കാം. ഇനി ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ചൂടുള്ളപ്പോൾ ഉച്ച സമയത്തൊക്കെ ഈ ജ്യൂസ് ഇങ്ങനെ കഴിക്കുന്നത് നല്ലതാണ്. ഇനി ഇതിലേക്ക് തണ്ണിമത്തൻ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. തണ്ണിമത്തൻ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ 2 ജ്യൂസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതുപോലെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.